ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. ഇന്ന് ദൈവമക്കൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിലൂടെ തരാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട തിരുവചനമാണ് 1 പത്രോസ് 2-ാം അധ്യായം 9-ാം തിരുവചനം, അതുപോലെ തന്നെ 1 പത്രോസ് 5-ാം അധ്യായം 6-ാം തിരുവചനം. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും ദൈവത്തിൻ്റെ സ്വന്തം മക്കളായിട്ട് ദൈവം നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയൊരു സ്നേഹത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഐക്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ വലിയൊരു കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ മക്കൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ എന്നും എപ്പോഴും നല്ല കാര്യങ്ങൾ, നന്മകൾ വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആ വലിയൊരു കരുണ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയൊരു ശക്തി വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ സന്ദേശം കേൾക്കുന്ന ഈ എല്ലാ മക്കളെയും, ലോകരാജ്യങ്ങളിൽ പല മേഖലകളിൽ ജോലി ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ വചനം കൊണ്ട് ഈ മക്കളെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പിതാവേ, 1 പത്രോസ് 2-ാം അധ്യായം 9-ാം തിരുവചനം. വചനം ഇപ്രകാരം ദൈവം മക്കളോട് പറയുന്നു: എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. നമ്മളോട് ഓരോരുത്തരോടും ദൈവം ആവശ്യപ്പെടുന്ന ഒരു വലിയ സന്ദേശമാണ് ഈ വചന സന്ദേശം. നിങ്ങൾ ഓരോരുത്തരും ഈ വചനം അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിക്കും. കാരണം തമ്പുരാൻ കർത്താവ് നമ്മൾ സ്നേഹിക്കുന്നത് പോലെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്തുകൊണ്ട് തമ്പുരാൻ്റെ മക്കളായി മുന്നോട്ട് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുക. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി നിങ്ങൾ കാണുന്ന വ്യക്തികളാണെങ്കിൽ പറ്റുമെങ്കിൽ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ സന്ദേശം കേൾക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പോ മറ്റ് ഏതെങ്കിലും പ്രയർ ഗ്രൂപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിലേക്ക് ഫോർവേഡ് ചെയ്ത് അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക. അപ്പോൾ ദൈവം നിങ്ങളുടെ എല്ലാ മേഖലകളും അനുഗ്രഹിക്കും. ബ്രദർ ഉറപ്പ് പറയുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കാൻ വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾ എവിടെ നിന്ന് കേട്ടെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങൾ വചനം അനുസരിക്കുന്ന മക്കളായി ജീവിക്കുക. ദൈവവചനം നമ്മൾ പാലിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപകളും വരങ്ങളും ദാനങ്ങളും നിങ്ങളിൽ നിറയാൻ വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ ഓരോ മക്കളെയും അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ 1 പത്രോസ് 5-ാം അധ്യായം 6-ാം തിരുവചനം. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു വചനമാണ് 1 പത്രോസ് 5:6. നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ എളിമപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവാനുഗ്രഹം നമ്മുടെ ഭവനത്തിലും കുഞ്ഞുങ്ങളിലും കുടുംബാംഗങ്ങളിലും ശക്തമായിട്ട് വ്യാപരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സാധിക്കും. ഈ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ സന്ദേശത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് അമ്മയോട് ചേർന്നിരുന്ന് ഈശോയിലേക്ക് സഞ്ചരിക്കാം. ഈശോയിലേക്കുള്ള ഏറ്റവും എളുപ്പ വഴി പരിശുദ്ധ അമ്മ മാതാവാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ദൈവത്താൽ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അനുഗ്രഹമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും നിങ്ങൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം മക്കളായി ജീവിക്കാനുള്ള കൃപാവരം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും മദ്യപാനാസക്തിയിൽ നിൽക്കുന്ന കുടുംബത്തിലെ വളരെ പ്രയാസം അനുഭവപ്പെടുന്ന ഒരുപാട് മക്കൾക്ക് വേണ്ടി അത് അനുഗ്രഹമായി തീരാൻ വേണ്ടി അവിടെ മദ്യപാനത്തിൻ്റെ ദുർബോധം വിട്ടുമാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ
കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തമ്പുരാന്റെ വചനത്തിന്റെ അഭിഷേകത്താൽ അവർക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക കടബാധ്യതയുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അവരുടെ മേഖലകൾ ദൈവം ഇടപെടുക തന്നെ ചെയ്യും. 2 വചനത്തിന്റെ ശക്തി, ഒന്ന് പത്രോസ് 2-ാം അധ്യായം 9-ാം തിരുവചനം, 1 പത്രോസ് 5-ാം അധ്യായം 6-ാം തിരുവചനത്തിന്റെ യോഗ്യതയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളായി തമ്പുരാൻ നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, തമ്പുരാൻ നിങ്ങളുടെ കൂടെ വന്ന് സഹായിക്കാൻ വേണ്ടി ദൈവമായ കർത്താവെ അങ്ങോട്ട് ഞാൻ അപേക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ വലിയൊരു കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 1 പത്രോസ് 2:9 വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. കാരണം ദൈവമക്കളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണെന്നും വിശുദ്ധ ജനമാണെന്നും സ്വന്തം ജനമാണെന്നുമാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും കർത്താവിൻ്റെ വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവമായ കർത്താവിനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്നത്തെ ദിവസം തന്നതിനെ, ഈ വചനം പ്രഘോഷിക്കാനുള്ള കൃപ തന്നതിനെ ഓർത്ത്, അതുപോലെ ഇന്നത്തെ സുപ്രഭാതം തന്നതിനെ ഓർത്ത് ദൈവമേ ഞാൻ അങ്ങയോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അതുപോലെ തന്നെ അതിനാൽ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ നന്മകൾ പ്രഘോഷിക്കണം. ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ദൈവത്തിലേക്ക് സഞ്ചരിക്കാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. 1 പത്രോസ് 5-ാം അധ്യായം 6-ാം തിരുവചനം. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങളുടെ എന്താണ് ആവശ്യം, എന്താണ് നിങ്ങളുടെ പ്രയാസങ്ങൾ, എന്താണ് നിങ്ങളുടെ ഭാരങ്ങൾ, അസ്വസ്ഥതകൾ ഒക്കെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തമ്പുരാൻ നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. ആ തമ്പുരാൻ നമ്മുടെ കൂടെ വന്ന് നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കൃപകളും വരങ്ങളും ഓരോ മക്കൾക്ക് നിറയാൻ വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. പിതാവിൻ്റെ വലിയൊരു സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ പുത്രൻ്റെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ കുടുംബത്തിലും കുഞ്ഞുങ്ങളിലും ശക്തമായിട്ട് വ്യാപരിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അതുപോലെ തന്നെ ഈ സന്ദേശത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ബ്രദർ 2 പ്രാർത്ഥനകൾ ചെല്ലുന്നു. ആ പ്രാർത്ഥനകൾ നിങ്ങളെല്ലാവരും പറ്റുമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റുചൊല്ലി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. 1-ാമത്തെ പ്രാർത്ഥന ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ആദ്യം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേ. ദൈവമായ കർത്താവിൻ്റെ വലിയ ശക്തി വ്യാപരിക്കട്ടെ, കർത്താവിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ കരുണക്കടലിൽ മുക്കി അഭിഷേകം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽവരി മലയിൽ ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയ ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങളും പാപമാലിന്യങ്ങളും പുറത്ത് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ നന്മയിലേക്ക് നയിക്കണം, ദൈവകൃപയിലേക്ക്, ദൈവകരുണയിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. പിതാവിൻ്റെ വലിയ സ്നേഹം വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ വർഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ സാന്നിധ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വചനത്തിൻ്റെ 1 പത്രോസ് 5:9 വചനാഭിഷേകം നിറയട്ടെ. 1 പത്രോസ് 5-ാം അധ്യായം 6-ാം തിരുവചനത്തെ വചനത്തിൻ്റെ ശക്തി ശക്തമായിട്ട് വ്യാപരിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. മഹത്വത്തിൻ്റെ രാജാവിന് നന്ദി പറയുന്നു, മഹത്വത്തിൻ്റെ കർത്താവിന് നന്ദി പറയുന്നു. നമുക്ക് ഒന്ന് ചേർന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ദൈവത്തെ ആരാധിക്കാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ദൈവമായ കർത്താവെ, അങ്ങയുടെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അതുപോലെ തന്നെ നമുക്കൊരു മിനിറ്റ് പരിശുദ്ധാത്മാവിനോട് നമ്മുടെ എല്ലാ ഭാരങ്ങളും, എല്ലാ അസ്വസ്ഥതകളും, മനസ്സിൻ്റെ ഭാരങ്ങളും, ആകുലതകളും, നിരാശകളൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് നമുക്ക് പരിശുദ്ധാത്മാവോട് ചേർന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക.
പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ, അങ്ങേ വെളിവിൻ്റെ അതിൽ ആകാശത്തിൻ്റെ വഴിയായത്തിൽ മഗതികൾ പിതാവെ ദാനങ്ങൾ നൽകുന്നവനെ ഹൃദയത്തിൻ്റെ പ്രകാശം എഴുന്നള്ളി വരണമേ, എത്രയും നല്ല ആശ്വസിപ്പിക്കുന്നവനെ ആത്മാവിന് മധുരമുള്ള വരുന്നേ, മധുരമുള്ള തണുപ്പേ, അലച്ചിൽ സുഖമേഷ്ടത്ത് തണുപ്പേ, കരച്ചിൽ സ്വരമേ എന്നുള്ളവണം, എത്രയും ആനന്ദത്തോട് കൂടിയിരിക്കുന്ന പ്രകാശമേ, അങ്ങ് വിശ്വാസികളെ ഹൃദയത്തിൻ്റെ ഉള്ളുകളെ അങ്ങ് നിറക്കണമേ, അങ്ങേ വെളികൂടാതെ മനസ്സിൽ ദോഷമില്ലാതെ ഒന്നുമില്ല, അറപ്പുള്ളത് കഴിക്കണം, വാഴ്പ്പം നനക്കണമേ, മുറിവേറ്റിരിക്കുന്ന സുഖപ്പെടുത്തനെ, രോഗപ്പെട്ട് ഉറപ്പിക്കണേ, കടുപ്പോളം മയപ്പെടുത്തിനെ, ആർപ്പോ ചൂടൊരുക്കണ വെളുത്തിട്ട് പോയി നേരേക്കണമേ, അങ്ങ് ക്ഷണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങേശുദ്ധ 7 ദാനങ്ങൾ നൽകണമേ, ഭാഗ്യമരണം പുണ്യയോഗത്തെ നിത്യാന്തോടെ ഞങ്ങൾ കൽപ്പിച്ചണമേ. അമേ യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഈശോയെ മഹത്വം 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 കർത്താവേ യേശുവേ.